ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പുറപ്പാട് പുസ്തകത്തിലെ 14-ാം അധ്യായത്തിലെ 1-ാം തിരുവചനം വായിക്കാം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽക്കാരോട് പറയുക, നിങ്ങൾ പിന്തിരിഞ്ഞ് പിഹഹിരോത്തിന് മുൻപിൽ മിഗ്ദാലിനെയും കടലിനും മധ്യേ ബാൽസഫോന്റെ എതിർവശത്ത് പാളയമടിക്കുവിൻ. പാളയമടിക്കുന്നത് കടലിന് അടുത്തായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് മോശയോട് പറഞ്ഞതാണ് നമ്മൾ വായിച്ചു കേട്ട്. അതായത് ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിച്ചു കൊണ്ടുപോകുമ്പോൾ കർത്താവ് വ്യക്തമായ ഒരു ഇൻസ്ട്രക്ഷൻ മോശയോട്, അവരുടെ നേതാവായ മോശയോട് പറഞ്ഞാണ്. കർത്താവിൻ്റെ അത്ഭുതകരമായ ഒരു ഇടപെടൽ വഴി വിമോചിതരായ ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള തങ്ങളുടെ യാത്രാ മധ്യേ പാളയമടിച്ച സ്ഥലമാണ് പിഹഹിരോത്ത് എന്ന് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്. പി എന്ന വാക്കിന് ഈജിപ്തുകാരുടെ ഭാഷയിൽ ഭവനം എന്നും ഹിബ്രുവിൽ അധരമെന്നും അർത്ഥമുണ്ട്. ഹിരോത്ത് ദേവന്റെ ഭവനമെന്നോ അധരമെന്നോ ഈ പേരിന് വിവർത്തനം ചെയ്യാം. എന്നാൽ എന്തുകൊണ്ട് ഈ പേരുണ്ടായെന്നോ സ്ഥലം എവിടെയാണെന്നോ കൃത്യമായി പറയാനാവില്ല ഇന്ന് ചരിത്രത്തിലെ ആളുകൾക്ക്. കടലിന് അടുത്താണെന്ന് മാത്രമേ ബൈബിളിൽ നൽകുന്ന വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ഈ സ്ഥലവുമായി ബന്ധപ്പെടുത്തി പറയുന്ന മിഗ്ദോൺ, ബാലസഫോൺ എന്നിവയെക്കുറിച്ചും ഇത് തന്നെയാണ് പറയാനുള്ളത്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധേയമാണ്, കടലിനടുത്ത് പാളയമടിച്ച ഇസ്രായേൽക്കാർ വലിയൊരു കുടുക്കിൽ പെടുകയായിരുന്നു. പിറകെ പാഞ്ഞു വന്ന ഫറവോയുടെ സൈന്യത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ അവർക്കൊരു പഴുതും അവശേഷിക്കാത്ത ഒരു സ്ഥലമായിരുന്നു അത്. മുമ്പിൽ കടൽ, പിമ്പിൽ ശത്രു സൈന്യം. ഇസ്രായേലിനെ നയിച്ച ദൈവം മനഃപൂർവ്വം അവരെ വഞ്ചിച്ചതായിട്ട് തോന്നപ്പെടുന്നതാണ്. അങ്ങനെയാണ് ജനം കരുതിയത് തന്നെ. അവർ പറയുന്നുണ്ട്, പുറപ്പാട് പുസ്തകത്തിലെ 14-ാം അധ്യായത്തിലെ 11-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടി കൊണ്ടുവന്നിരിക്കുന്നത്? ഇസ്രായേൽ ജനം മോശയോട് ചോദിക്കുകയാണ്. ഒരു മനുഷ്യനിലും ആശ്രയിക്കാനായില്ല, ഓടി ഒളിക്കാൻ ഒരു വഴിയും അവശേഷിച്ചിട്ടുമില്ല. ഭീകരമായ പ്രതിസന്ധിയിലേക്ക് ദൈവം അവരെ നയിച്ചത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഒളിച്ചോടാൻ പഴുതടച്ചവൻ ഒരു ഘോഷയാത്രയ്ക്ക് വേണ്ട വഴി തെളിയിച്ചു. ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കടലിന് നടുവിൽ രാജപാത തെളിഞ്ഞു. അതോടെ ദൈവത്തിന്റെ കരുതലും കരുത്തും ജനം കണ്ടു. ഒളിച്ചോടുന്ന അടിമകളായിട്ടല്ല, ജയഘോഷം മുഴക്കി സ്തുതിഗീതികൾ ആലപിക്കുന്ന തീർത്ഥാടകരായിട്ടാണ് ഇസ്രായേൽ ജനം ഈജിപ്തിനോട് വിട പറഞ്ഞ് കടലിന് നടുവിലൂടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രദക്ഷിണമായി നീങ്ങി പോകുന്നത്. ധാർഷ്ട്യത്തോടെ പിന്തുടർന്ന സൈന്യം കടലിന്റെ നടുവിൽ മുങ്ങിച്ചത്തു. അടിമകൾക്ക് സംരക്ഷണം നൽകുന്ന ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ട സ്ഥലമാണ് പിഹഹിരോത്ത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നുന്നിടമാണ് നമ്മുടെ മുമ്പിലെ കർത്താവ് പുതിയ വഴികൾ തുറക്കുന്നു തരുന്നത്. തൻപോരിമ വെടിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാനും അവിടുത്തെ വിളിച്ചപേക്ഷിക്കാനും പ്രേരിപ്പിക്കാനും വേണ്ടി ദൈവം തന്നെയാകും വഴികൾ അടയ്ക്കുന്നത്. ഒരുപക്ഷെ അത്യാഹിതം ഉണ്ടാവുമ്പോൾ, സാമ്പത്തിക തകർച്ചകൾ നേരിടുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, എല്ലാവരും കൈയൊഴിഞ്ഞെന്ന് തോന്നുമ്പോൾ ഓർക്കണം പിഹഹിരോത്തിന്റെ കഥ. കർത്താവ് പറഞ്ഞ വാക്കുകൾ മനസ്സിൽ നമുക്ക് ഓരോരുത്തർക്കും മുഴുകിക്കൊണ്ടിരിക്കണം. നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു? മുന്നോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക. കാരണം നിന്നെ വിളിച്ചത് ഞാനാണ് നിനക്ക് ഇൻസ്ട്രക്ഷൻ തന്നത്. എന്തുകൊണ്ട്? മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ അവിടെ നിരാശയ്ക്കോ വിഷമത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നിനും തന്നെ പ്രസക്തിയില്ല. മുമ്പിലുള്ള കടലിലേക്കാണ് ഇറങ്ങാൻ കർത്താവ് പറയുന്നത്. വിശ്വാസത്തോടെ ഇറങ്ങുമ്പോൾ കടൽ പിളരും,
വഴി തെളിയും, പ്രതിബന്ധങ്ങൾ മാറും, കർത്താവ് കൂടെയുണ്ടെന്ന് ബോധ്യമാകും. ഈ ചെറിയ സന്ദേശമാണ് എനിക്ക് നൽകാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പ്രതിസന്ധികളിൽ കൂടെ, സഹനങ്ങളിൽ കൂടെ, പ്രശ്നങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞതായിട്ട് നമുക്ക് തോന്നാം. ഇനി ഒന്നിനും എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല, എൻ്റെ മുമ്പിൽ ആത്മഹത്യ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുക, നിന്നെ വിളിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ദൈവമാണെങ്കിൽ എല്ലാ വഴികൾ അടഞ്ഞാലും ഒരു പുതിയ വഴി നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കും. ആ വഴി കൂടെ നീ പോയാൽ മാത്രം മതി, മുന്നോട്ട് തന്നെ പോവുക. കർത്താവാണ് നിന്നെ വിളിച്ചതെങ്കിൽ തീർച്ചയായിട്ടും. പക്ഷേ കർത്താവ് വിളിച്ചിരിക്കണം. കർത്താവ് പറഞ്ഞത് മാത്രം കേട്ടുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അവൻ്റെ വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കൂ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മൾ ഓരോരുത്തരെയും നിമിഷങ്ങൾക്ക് ദൈവമായ കർത്താവേ, ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. നീ വിളിച്ച ഞങ്ങൾ ഓരോരുത്തരും കർത്താവേ, നിന്റെ വഴിയിൽ കൂടി തന്നെ യാത്ര ചെയ്യാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ ആത്മാവിൻ്റെ ചൈതന്യം, നിന്റെ ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് യാചിക്കുന്നു കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. ഹല്ലേലൂയ.